ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പർദ പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അറബ് രാജ്യങ്ങളിൽ ഇതിനെ ഒസി റൈസ് എന്നാണ് പറയുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായി ഒരു കുക്കറിലേക്ക് 2 സവാള, ഒരു തക്കാളി, 2 ഫുള്ള് വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കൈപ്പിടി മല്ലി എന്നിവ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും തക്കാളിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഞാൻ നല്ലപോലെ കഴുകി തൊലിയോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് വെന്തതിന് ശേഷം ഇതിലെ ഗ്രേവി മാത്രം അരിച്ചെടുത്തിട്ടാണ് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ പീസായി തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് ഒരു വിസിലും കൂടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇട്ട് മൂടി വെച്ചതിന് ശേഷം ഒരൊറ്റ വിസിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. ചിക്കൻ ഒരുപാട് വെന്ത് പോവരുത്. ചിക്കൻ ബാക്കി വേവേണ്ടത് നമ്മുടെ റൈസിൻ്റെ കൂടെയാണ്. നമ്മുടെ ചിക്കനും പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 കറുവപ്പട്ട, 2 ബേ ലീഫ്, 4 ഏലക്കായ, കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടായി വരണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തെടുക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി കൂടി ഒന്ന് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ വെളുത്തുള്ളി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ വെളുത്തുള്ളി മാത്രം നമുക്ക് പാനിലേക്ക് വീണ് കിട്ടും. നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ.
ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് മുറിച്ചിടുകയൊന്നും വേണ്ട, ഫുള്ളായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കനാണ്. ഇതിപ്പോൾ ഒരു 90% കുക്കായിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ ഗ്രേവിയാണ്. അത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ എനിക്കൊരു 2 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ബാക്കി 1 ഗ്ലാസ് ഞാൻ ചുടുവെള്ളം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് അരി അരമണിക്കൂർ കുതിർത്തി ഡ്രൈൻ ചെയ്ത് വെച്ചിരുന്ന അരിയാണ്. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഡോ തയ്യാറാക്കിയെടുക്കാം. ഇതിനായി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ തൈര്, പാകത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഡോ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അവിടെ ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ മൈദ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. അങ്ങനെ ഇളക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഇളക്കാൻ, ചിക്കനൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില എന്നിവ കൂടിയിട്ട് ഇതൊന്നും അടച്ചു വെച്ചതിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡോ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി കുഴച്ചതിന് ശേഷം കുറച്ച് മൈദ തടവിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് വളരെ തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ കട്ടിയിൽ തന്നെയാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ഇതിൽ മൈദയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിൻ്റെ വട്ടത്തിനനുസരിച്ച്
നമ്മൾ എടുക്കുന്ന മൈദയുടെ അളവിലും വ്യത്യാസം വരുത്തണം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് പാനാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര മൈദ എടുത്തത്. നിങ്ങളുടെ പാനിന് വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ മൈദ ക്വാണ്ടിറ്റി കൂട്ടണം. നമ്മുടെ മൈദ നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഷീറ്റൊന്നും ഞാൻ മടക്കിയിട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ മടക്കിയതാണ്. ഇങ്ങനെ മടക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ തടവിയതിന് ശേഷം വേണം മടക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. പാനിൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന വിധത്തിൽ വേണം നമുക്ക് ഈ ഷീറ്റ് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലായിട്ട് കുറച്ച് മല്ലിയില, പുതിനയില എന്നിവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന സവാളയും മുന്തിരിയും ബദാമും ആണ്. അതും കുറച്ച് നമുക്കിതിൻ്റെ അടിയിൽ ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഫുൾ റൈസും ഇതിന് മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഒരൊറ്റ ലെയറായിട്ടാണ് നമുക്കിത് സെറ്റ് ചെയ്യുക. നമ്മുടെ ഫുൾ റൈസും ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒരേ ലെവലിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നീട് അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വറുത്ത് വെച്ചിരിക്കുന്ന ബദാമും മുന്തിരിയും സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വറുക്കാൻ വേണ്ടി യൂസ് ചെയ്ത നെയ്യാണ്. അതും കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഷീറ്റ് ഒരു കോണിൽ നിന്ന് കുറേശ്ശെ ഒന്ന് മടക്കി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ കവർ ചെയ്യുന്ന വിധത്തിൽ വേണം മടക്കി കൊടുക്കാൻ. ഓരോ കോർണറിൽ നിന്ന് കുറേശ്ശെ മടക്കി കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഒട്ടി കിട്ടിക്കോളും. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മൈദ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ അടിയിലൊരു തവ വെച്ചിട്ട് ഈ പാൻ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു മറ്റൊരു തവ വെച്ചിട്ട് ഇതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ സൈഡും കൂടി ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ടോട്ടൽ ഒരു അരമണിക്കൂർ സമയം എടുക്കും ഇത് ഫുള്ളായിട്ട് ഈ മൈദ ഒന്ന് ഫുള്ളായി കുക്കായി കിട്ടാനായിട്ട്. അപ്പം നമ്മുടെ റൈസ് കറക്റ്റ് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ റൈസ്. എല്ലാവരും ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും പുലാവ് തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.